ചേട്ടാ ഇത് എവിടെ നിന്നാ പൊട്ടിയത് ശരിക്കും? ഇത് മേലെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ. അത്രയും മേലെയാ? ഇവിടെ എത്ര പാടികളാണോ? ഇതിവിടെ എസ്റ്റേറ്റാണ്. അവിടെ അപ്പുറത്തെ എസ്റ്റേറ്റിനും ഇവിടെ ഒരു പാടിയും 10-15 ആളുകൾ താമസിക്കണം. അവിടെ റോക്സ് കാണുന്നില്ലേ? കല്യാണം പൊട്ടി ആദ്യം പൊട്ടി കിടക്കുന്നതാണ്. പിന്നെ അപ്പുറത്തേക്ക് അങ്ങനെ കുറഞ്ഞ സ്ഥലങ്ങളാണ് ഉണ്ടാവുക. പിന്നെ അവിടെ നിന്ന് ചെങ്കുത്തായ കയറ്റം ഇങ്ങനെ കയറി അവിടെയാണ് മുണ്ടക്കൈ നമുക്ക്. ഇപ്പോഴും അവിടെ തന്നെ ഇപ്പോഴും അവിടെ പള്ളി മൊത്തം പൊളിഞ്ഞ് പിന്നെ മദ്രസയിൽ ഇപ്പോഴും ആളുകളുണ്ട്. ഇപ്പോഴും 10-16 ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഹെലികോപ്റ്റർ അവിടെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോപ്പിൽ കൂടെ ഇവിടെ നിന്നാണ് കുത്തി ഒലിച്ച് വന്നത്. ഇതാണ് സ്കൂൾ. വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. മൊത്തം മരങ്ങൾ, കൂറ്റൻ മരങ്ങൾ വന്ന് മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേഖലയിലേക്ക് പോയ ആളുകൾ പറയുന്നത്. അതിനിടയിലാണ് ഒരുപാട് പേരെ കാണാനില്ല എന്നുള്ള എത്ര വീടുകൾ ഒറ്റപ്പെട്ടു, എത്ര വീടുകൾ മണ്ണിനടിയിലായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല.